ഇതിലേക്കാണ്ട് തട്ടി കൊടുക്കുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്നതാണ് നമ്മൾ കളിയടയ്ക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞല്ലോ പുതിയ വേറെ വീഡിയോസ് കാണിക്കാം വറവിൻ്റെ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കായ് ഇങ്ങനെയാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. പകുതി ഞാൻ വറുത്ത് കാണിക്കാം, പകുതി ശർക്കര വരട്ടി ഉണ്ടാക്കി കാണിക്കാം. അപ്പം അതിനാദ്യം നമ്മൾ മുന്നോടിയായിട്ട് ഇത് പൊളിച്ച് വെള്ളത്തിൽ ഇടണം. ഇനി വെള്ളം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അതിലേക്ക് നമ്മൾ തോല് കളഞ്ഞ കുറച്ച് നേരം ഇട്ട് വയ്ക്കണം, കറ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കായ എടുത്തിട്ട് രണ്ടറ്റവും ഇങ്ങനെ മുറിക്കുക. എന്നിട്ട് ഇങ്ങനെ കീറിയിട്ട് പൊളിച്ചെടുക്കുക നമ്മുടെ തോല് കേട്ടോ. ഇത് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുക. ഇതിങ്ങനെ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് നേരം ഇതിലിങ്ങനെ കിടക്കട്ടെ വെള്ളത്തിൽ. എൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. കറയോടെ അല്ല ഇത് ഉണ്ടാക്കുക. ഇത് നമ്മളിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം, ഇതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് നേരം കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചല്ല, മഞ്ഞപ്പൊടി ഉപ്പിലും ഇട്ട് വെച്ച സാധനമാണ് ഇത്. നമ്മൾ കുറേ പ്രാവശ്യം കഴുകി ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ മുറിക്കണം കേട്ടോ. അങ്ങനെയായിട്ട് നമ്മൾ ശർക്കര വരട്ടിക്കുള്ള ഒരു കട്ടി എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ ആ ഒരു കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ കനത്തിൽ ഏകദേശം എല്ലാം ഒരേ കനത്തിൽ വേണം. അപ്പോഴാവും നമുക്കത് മൂത്ത് ഒരേപോലെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഉള്ളൊരു കട്ടി നോക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അത് മുറിച്ച് ഈ വെള്ളത്തേക്ക് ഇടുക കേട്ടോ. നമ്മൾ കുറേ പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി കഷ്ണങ്ങൾ നുറുക്കി കഴുകിയിട്ട് ഇവിടെ ഇങ്ങനെ ഊറ്റി വെച്ചിരിക്കുകയാണ്. നല്ലോണം വെള്ളം പോയിട്ട് വേണം നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ. ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തീ കൊടുത്തതാണ്. നല്ലോണം ഒരു ചൂടുമായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതവിടെ നിന്ന് ചൂടാവട്ടെ. ആ നേരത്തെ നമുക്കിവിടെ ചെറിയൊരു പണിയുണ്ട് കേട്ടോ. കുറച്ച് അരി കേട്ടോ. അത് നമുക്ക് വറുത്തെടുക്കണം. വറുത്ത് പൊടിച്ചിട്ട് നമുക്കിതിൽ ലാസ്റ്റ് മിക്സ് ചെയ്യാനുള്ളതാണ്. കുറച്ച് അരി ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കുക. അത് പതുക്കെ ഒന്ന് ചൂടായി വരട്ടെ. ഇടുമ്പോൾ തന്നെ നമ്മൾ ഇളക്കണ്ട. അപ്പോൾ അതിങ്ങനെ കരിഞ്ഞ് വരികയുള്ളൂ, ഒന്ന് മുരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഒന്നിങ്ങനെ ആയി വരട്ടെ. ഇടയ്ക്കൊന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി. അരി ഇങ്ങനെ വറവായിട്ടുണ്ട് ഉണ്ടോ. പിന്നെ അടുപ്പത്തുനിന്ന് മാറ്റുന്ന അടുപ്പത്തേക്ക് ഒരു 4 അച്ച് ശർക്കര കേട്ടോ. കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുകാൻ വെക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമ്മളൊരു ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുക കേട്ടോ. അതിങ്ങനെ പൊങ്ങി വരുന്നതാണ് എൻ്റെ പാകം. അപ്പോൾ ആ കായ കണ്ടോ കേട്ടോ, നമ്മൾ ഇട്ടപ്പേക്ക് പൊങ്ങി വന്നു. ഒക്കെയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് ഇടണം, കയ്യിലൊന്നും തെറിക്കരുത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ പൊടിച്ചെടുക്കണം കേട്ടോ. അതവിടെ കിടന്ന് മൂക്കുന്ന നേരത്തെ നമുക്ക് കുറച്ച് സാധനം പൊടിച്ചെടുക്കാണ്ട്. കുറച്ച് സാദാ ജീരകം, കുറച്ച് ചുക്ക്, കുറച്ച് ഏലക്കയും കൂടെ നമ്മളിവിടെ പൊടിച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഏലക്കയും കൂടിയാണ് കേട്ടോ. ഈ ഏലക്കയും കൂടെ ചേർത്ത് ഞാൻ പലവട്ടവും കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ തോലില്ലാതെ എന്താ ഏലക്ക ഇങ്ങനെയെന്നൊന്നും ആർക്കും സംശയം വരരുത്. നമ്മൾ ഇത്തിരി പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും കേട്ടോ. നമ്മൾ വേറെ പണിക്കൊക്കെ പോയാലും ഇത് ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ വറുക്കുന്ന സാധനം അത് മൂത്തത് നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരെണ്ണം എടുത്തിട്ടൊന്ന് ഒടിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ ആ വറുത്ത് വെച്ച അരി അതൊക്കെ പൊടിച്ച് ആ ജാറിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് പൊടിച്ച് വെക്കുകയാണ് കേട്ടോ. അരി വറുത്തതും കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് പൊടിച്ച് എടുത്തേക്കാം. ഇത് നമ്മൾ കോരാൻ പോവാം കേട്ടോ. എന്നെ ഒരെണ്ണം എടുത്ത് ഇങ്ങനെ ഒടിച്ച് നോക്കിയപ്പോൾ അത് മൂത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോരി എടുക്കാൻ കേട്ടോ. അപ്പോഴാവത്തിന് എണ്ണ ഓവറായിട്ട് പിടിക്കാതിരിക്കുകയുള്ളൂ. ചെറിയ തീയിൽ വെച്ചിട്ടല്ല, നല്ല ഫ്ലെയിമിൽ നമ്മൾ ഇടുമ്പോഴും നല്ല തീ വേണം, കോരുമ്പോഴും നല്ല തീ വേണം. എന്നാലേ നമ്മുടെ കായ്മേൽ ഓവറായിട്ട് എണ്ണ പിടിക്കാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനത്തെ ട്രിപ്പും ഇങ്ങനെ കോരുകയാണ് കേട്ടോ. ഇത്ര ഇവിടെ ഉണ്ട്. അടുപ്പത്തിരുന്ന് വെളിച്ചെണ്ണ ഞാനിതാ ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ടൊരു ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഈ ശർക്കരപ്പാനി അങ്ങോട്ട് അരിച്ചൊഴിച്ച് കൊടുക്കണം.
അങ്ങനെ ചൂടായിക്കോളും. അപ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങനെ അരിച്ചൊഴിച്ച് കൊടുക്കുക. കപ്പും കരടും ഒക്കെ ഉണ്ടാവും ശർക്കരയിൽ. അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. നല്ല ശർക്കരയാണെങ്കിൽ ഉരുക്കിയതങ്ങ് ചേർത്താൽ മതി, കുഴപ്പമില്ല. അപ്പോൾ ശർക്കര നമ്മൾ ഇട്ടു കേട്ടോ. അതായത് ഇങ്ങനൊരു പാവ് വരുന്ന നേരത്ത് നമ്മളിത് ഓഫാക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മളിതാ ഈ വറുത്ത് വെച്ചത് ഇതിലേക്കാണ്ട് തട്ടി കൊടുക്കുക കേട്ടോ. തട്ടിയിട്ട് പതുക്കെ ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് ഏലക്കയും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് വെച്ചാൽ ഞാൻ പൊടിക്കുമ്പോൾ കാണിച്ചിരുന്നല്ലോ, അത് കുറച്ച് വെതറി കൊടുക്കുക കേട്ടോ. ആ കൂടെ തന്നെ നമ്മൾ അരി വറുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്നല്ലോ, ഞാൻ ഈ ജാറിൽ തന്നെ വെച്ചേക്കുക, അതും കൂടെ ഇങ്ങനെ വെതറി കൊടുക്കുക. എന്നിട്ട് തീയൊക്കെ ഓഫാണ്. എന്നിട്ടിതിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത്തിരി കഴിയുമ്പോൾ ഈ പാനിയുടെ ഒന്നും കൂടെ ടൈറ്റ് ആവും. അപ്പോൾ വീണ്ടും ഇത് വെതറി കൊടുക്കുക. ഒന്നിങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ വെതറി 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 എടുക്കണം. പാനി കിടക്കുന്നതിനനുസരിച്ച് പൊടി ഇട്ടിട്ടിട്ടിട്ട് ഇതിങ്ങനെ എടുക്കണം കേട്ടോ, കട്ട കുത്താതെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഈ ഉടഞ്ഞു പോവാതെ ഇങ്ങനെ എടുത്തതാണ്. ഇതിൽ നിന്ന് ചൂടാറി കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ചതൊക്കെ മാറ്റിയിടണം കേട്ടോ. ഒട്ടിയൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വേറെടുത്തണം, പിന്നെ നമുക്ക് പാടായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ, ഇത്രയും പണിയേ ഉള്ളൂ നമുക്കൊരു ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കാനും പിള്ളേർക്ക് കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ കേട്ടോ. ഒരു 1/2 കിലോ മതി, ഒരു 4-5 കായ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉണ്ടാക്കാം. ഞാൻ 5 കായൊറ്റേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഞാൻ ചിപ്സ് വറുത്തിട്ട് അതും കൂടെ കാണിക്കും, വേറൊരു വീഡിയോയിലായിട്ട് കാണിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബൈ, താങ്ക് യു.